നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആകാംക്ഷയോടെ കേരളം. സംസ്ഥാനം ആര് ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതീക്ഷയോടെ മുന്നണികൾ. ബിജെപിയും തൃണമൂലും കടുത്ത പോരാട്ടം നടന്ന ബംഗാളിൽ വിജയം ആർക്കൊപ്പമെന്നറിയാനുള്ള കാത്തിരിപ്പിൽ രാജ്യം. പശ്ചിമ ബംഗാളിൽ പരാതി ഉയർന്ന 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ മേൽനോട്ടത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ചോദ്യം ചെയ്തുള്ള തൃണമൂലിന്റെ ഹർജി തള്ളി സുപ്രീംകോടതി. തിരഞ്ഞെടുപ്പ് ഫലം കാത്ത് തമിഴ്നാടും പുതുച്ചേരിയും അസമും. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. ധനസഹായം 5 കുടുംബങ്ങൾക്ക്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിലെ വൻ വർധനവിൽ ഹോട്ടലുകളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിൽ. ചെറിയ ഹോട്ടലുകൾ പൂട്ടേണ്ട സ്ഥിതിയിൽ. കേന്ദ്രം ഇടപെട്ട വില കുറയ്ക്കണമെന്ന് സംഘടനകൾ. ബുധനാഴ്ച കടയടച്ച് പ്രതിഷേധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ രാജ്യത്ത് ഗ്യാസ് വില വർധനവ് ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ നിർണായക മൊഴി പുറത്ത്. ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം മറ്റ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചതായി പങ്കജ് ഭണ്ഡാരി. SIT റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. IPL ഇന്ന് ചെന്നൈ മുംബൈ പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ. ജനവിധി അറിയാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. ആത്മവിശ്വാസവും ആശങ്കയും ഒരുപോലെയാണ്. എക്സിറ്റ് പോളിന്റെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരെ തീരുമാനിക്കുന്ന ചർച്ചകളും അണിയറയിൽ സജീവമാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ സുപ്രധാനമായ ചില ക്യാബിനറ്റ് തീരുമാനങ്ങളുമുണ്ട്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം സഹായം നൽകുമെന്നും മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരീക്ഷയുണ്ട് എന്നും സർക്കാർ അറിയിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം. അപകടത്തിൽ മരിച്ച അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദീൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് എന്നിവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. ഇൻഷുറൻസ് പരീക്ഷയുള്ളവർക്ക് ഇൻഷുറൻസ് പരീക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ജനവിധി അറിയാനുള്ള കാത്തിരിപ്പ് അതിലേക്ക് തന്നെയാണ്. ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു പകൽ, ഇന്ന് രാത്രി, നാളെ ഒരു പകൽ, മറ്റന്നാൾ ഏതാണ്ട് ഈ ഒരു സമയമാകുമ്പോൾ, തിങ്കളാഴ്ച ഏതാണ്ട് ഈ ഒരു സമയമാകുമ്പോൾ അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ, എക്സിറ്റ് പോളുകൾക്കപ്പുറം ശരിയായ വിവരങ്ങൾ പുറത്തുവരും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായില്ലേ? തീർച്ചയായും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് സ്വപ്ന. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാത് സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ ഒരുക്കങ്ങൾ എത്രത്തോളം സജ്ജമായിട്ടുണ്ട്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാം 8:15 തന്നെ ഈ മാധ്യമ ഫലസൂചനകളൊക്കെ അറിയാൻ കഴിയുമ്പോൾ തന്നെയാണ് ഇപ്പോഴും. അത് എല്ലാ തെരഞ്ഞെടുപ്പിലുള്ളതുപോലെ തന്നെ അറിയുന്നു. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ആ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളൊക്കെ തന്നെയും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി, ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇനി രാഷ്ട്രീയ മുന്നണികളും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ 3 മുന്നണികളും ആകാംക്ഷയും ആശങ്കയും ഒരുപോലെയാണ് പങ്കുവെക്കുന്നത്. ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. എക്സിറ്റ് പോളുകളൊക്കെ ഒരു ഭാഗത്ത്, അതായത് ഇടതുമുന്നണി എക്സിറ്റ് പോളുകൾക്ക് പൂർണ്ണമായി തള്ളുകയാണ്. എക്സിറ്റ് പോളുകളിലൊന്നും ഒരു കാരണമില്ല, ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു. കാരണമല്ല, ഈ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളുടെ ഒരു ശരാശരി എടുക്കുകയാണെങ്കിൽ അമ്പേ പരാജയം ഇടതുമുന്നണിക്ക് ആരും തന്നെ പ്രവചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും അവസാന നിമിഷം വരെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞു. 10 വർഷം ഭരിച്ച സർക്കാരാണ്. നന്ദി പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരാം, മടങ്ങി വരുമെന്ന് ഉറപ്പൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് അവർ തയ്യാറായിട്ടുമില്ല. അതായത് പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ആരാകും പ്രതിപക്ഷം എന്ന അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോലും CPM കടന്നിട്ടില്ല. മറുഭാഗത്ത് UDF ആണെങ്കിൽ നമുക്കറിയാം, ഈ ഇലക്ഷൻ പോളിംഗ് കഴിഞ്ഞ അപ്പോൾ മുതൽ തന്നെ അവർ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ. അതിപ്പോൾ ഈ അവസാന ലാപ്പിൽ ഈ എക്സിറ്റ് പോളിന്റെ ആത്മവിശ്വാസം കൂടി വന്നുകൂടി കൂടുതൽ തർക്കങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള തലവേദന അവർ ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. അതിനപ്പുറത്തേക്ക് ക്യാബിനറ്റ് രൂപീകരണ ചർച്ചകളൊക്കെ വളരെ സജീവമായി തന്നെ കടന്നിരിക്കുകയാണ്. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം, 21
101 മന്ത്രിമാരാണെങ്കിൽ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് എത്ര മന്ത്രിമാരുണ്ടാകണം? കോൺഗ്രസ് സംബന്ധിച്ചൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാം ജയിച്ചു വരുന്നവർ ഏറ്റവും പ്രമുഖരും സീനിയറാണ്. ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കപ്പെടുന്നവരെ എങ്ങനെ അനുനയിപ്പിക്കാം? അത്തരത്തിലേക്ക് വരുമ്പോൾ ഉറപ്പായും കൂടുതൽ പ്രതിസന്ധികളിലേക്കായിരിക്കും കോൺഗ്രസിനും UDF, ഇനിയുള്ള നാടുകൾ അവരെ അഭിമുഖീകരിക്കുക. അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് മാറും. ഒപ്പം NDA ക്യാമ്പാണ് ഏറ്റവും വലിയ ആവശ്യത്തിൽ. കാരണം അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് എക്സിറ്റ് പോളുകളൊക്കെ, ചില എക്സിറ്റ് പോളുകളൊക്കെ 11ഉം 13ഉം ഒക്കെ പ്രവചിക്കുമ്പോൾ 2 അക്കമൊക്കെ ഇവർ പരസ്യമായി പറഞ്ഞെങ്കിലും രഹസ്യമായി ചോദിക്കുമ്പോൾ ഒരു പരമാവധി ഒരു 3, 4 എന്ന രീതിയിലൊക്കെ ആയിരുന്നു അവർ പോലും കരുതിയിരുന്നത്. പോരാട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ NDAയുടെ നിലപാടുകൾ അവരുടെ സന്തോഷം കുറിച്ച് അധികരിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ഏറ്റവും അവസാനം പുറത്തു വന്ന ചാണക്യയുടെ പോളൊക്കെ അനുസരിച്ച് തൂക്ക് മന്ത്രിസഭയുടെ സാധ്യതകളൊക്കെയാണ് പറയുന്നത്. തങ്ങളൊരു നിർണായക ശക്തിയാകാമെന്നൊരു ഒരു ചിന്തയൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ അവർക്കുമുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം ഇന്നിപ്പോൾ എടുത്ത് ചോദിക്കേണ്ടത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്നിപ്പോൾ നടന്നു. നിർണായകമായ ചില തീരുമാനങ്ങളടക്കം ഉണ്ടായിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വാൽപ്പാറ ദുരന്തത്തിൽ പെട്ടവർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും ഈ അവസാന ക്യാബിനറ്റ് ആയിരുന്നു ഇന്ന് ചേർന്നത്. ആ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ അത് ഓൺലൈനായിരുന്നു ചേർന്നത്. ഒരു കലാമിറ്റി, ഒരു ദുരന്തം നടന്നൊരു പശ്ചാത്തലത്തിൽ അതിനകത്ത് തീരുമാനമെടുക്കാനുള്ള സർക്കാരിൻ്റെ അടിയന്തര തീരുമാനം കൈക്കൊള്ളുക, ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇന്ന് ഓൺലൈനായി യോഗം ചേർന്നത്. ആ യോഗത്തിൽ വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച ആ കുടുംബാംഗങ്ങൾക്ക് ദുരിതാശ്വാസം നൽകുന്നു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 പേർക്കാണ് പരിരക്ഷയുള്ള, ഇൻഷുറൻസ് പരിരക്ഷയുള്ള കുടുംബാംഗങ്ങളല്ല ഒഴിവാക്കി മറ്റുള്ളവർ 5 പേരെ തിരഞ്ഞെടുക്കുന്നു. അവർക്ക് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ, അതിനപ്പുറത്തേക്ക് ചികിത്സാ ചെലവൊക്കെ തന്നെയും സർക്കാർ വഹിക്കുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർക്കും വിജയാശംസകളൊക്കെ നേർന്നുകൊണ്ടാണ് ക്യാബിനറ്റ് യോഗം അവസാനിച്ചത്. മാത്രവുമല്ല ഇത് അവസാനത്തെ യോഗമാണ്. അതിനുശേഷം 5-ാം തീയതി, വരുന്ന മെയ് 5 റിസൾട്ട് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമായിരിക്കും ഇനി അടുത്ത ക്യാബിനറ്റ്. ഏത് സർക്കാരാകും? ഇടത് സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുമോ അതോ ഭരണം തിരിച്ചു പിടിക്കുമോ UDF? അങ്ങനെയെങ്കിൽ പുതിയ സർക്കാർ, ഭരണം തുടർച്ച ഉണ്ടായാൽ പോലും പുതിയൊരു സർക്കാർ ഭരണം തിരിച്ചു പിടിക്കുകയാണെങ്കിൽ പോലും UDFൻ്റെ സർക്കാർ എന്ന രീതിയിൽ ഇനി വരുന്ന മെയ് 5, അതായത് മെയ് 5 റിസൾട്ട് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ, വരുന്ന ചൊവ്വാഴ്ച അടുത്ത ക്യാബിനറ്റ് ചേരുന്നു. ആരാകും കേരളത്തിൽ അടുത്ത ക്യാബിനറ്റിൽ ഭരിക്കുക, അല്ലെങ്കിൽ ആരാകും അടുത്ത ക്യാബിനറ്റിൽ അവിടെ ചേരും? ഇതൊക്കെ തന്നെ ആകാംക്ഷയുടെ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ അതോ ഒരു 3-ാം മുന്നണിയുടെ നിർണായക സാന്നിധ്യമോ എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരിക്കുകയാണ് കേരള ജനത. എന്തായാലും കേരളത്തോടൊപ്പം സമാനമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലെ സ്ഥിതി ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം കൗതുകമുണ്ടാക്കുന്നതാണ്, അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നതാണ്. ഒരുപോലെ BJPക്കും ഒരുപക്ഷേ ചെറിയ രീതിയിൽ മമതാ ബാനർജിക്കും TMCക്കും എന്തായാലും സർവ്വസന്നാഹവും ഉപയോഗിച്ച് BJPയും തൃണമൂലും കടുത്ത പോരാട്ടം തന്നെയാണ് ബംഗാളിൽ കാഴ്ചവെച്ചത്. വിജയമാർക്ക് എന്ന ആകാംക്ഷയിലാണ് രാജ്യം. നിലവിൽ 77 സീറ്റുകൾ മാത്രമുള്ള BJPക്ക് തൃണമൂൽ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചാൽ മാത്രമേ എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയ അട്ടിമറി വിജയം സാധ്യമാകൂ. അതേസമയം വോട്ട് ബാങ്ക് കൈവിടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. കനത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന തമിഴ്നാടും പുതുച്ചേരിയും അസമും തിരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ പരാതി ഉയർന്ന 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൗത്ത് 24 പഗനാസിലെ മഗ്രഹത് പശ്ചിം നിയമസഭാ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മുതൽ തുടങ്ങിയ പോളിംഗ് വൈകിട്ട് 6 വരെയാണ്. ബൂത്തുകളിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ BJP സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മറച്ച് ടേപ്പ് ഒട്ടിച്ച ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുന്നത്. ബംഗാളിൽ വോട്ടെണ്ണൽ മേൽനോട്ടത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി. ഹർജി സുപ്രീം കോടതി തള്ളി. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ച നടപടി നിയമവിരുദ്ധമല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. തൃണമൂലിൻ്റേതുൾപ്പെടെ കൗണ്ടിംഗ് ഏജന്റുമാർ ഓരോ ടേബിളിലും ഉണ്ടാകുമല്ലോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാർ തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുമെന്ന വാദവും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ നിർണായക മൊഴി പുറത്തുവന്നിരിക്കുന്നു. ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം മറ്റ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചതായി പങ്കജ് ഭണ്ഡാരി SITക്ക് മൊഴി നൽകി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്ഷേത്രങ്ങളിൽ SIT അന്വേഷണം തുടങ്ങി. സ്വർണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി SITക്ക് നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തുവന്നത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മറ്റു ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് ഉപയോഗിച്ചുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു.
സ്മാർട്ട് ക്രിയേഷൻസ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചു. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശുന്ന ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസ് ഏറ്റെടുത്തിരുന്നു. ശബരിമലയിലെ സ്വർണം ഈ ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശാനും മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. അതിനാൽ അന്യസംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പരിശോധന നടത്തി സ്വർണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം മറ്റു ക്ഷേത്രങ്ങളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിൽ കണ്ടെത്താനാകും. പങ്കജ് ഭണ്ഡാരിയുടെ പുതിയ വെളിപ്പെടുത്തലിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചതോടെ ഹോട്ടൽ വ്യവസായ മേഖല കനത്ത പ്രതിസന്ധിയിൽ. പല ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. 6-ാം തീയതി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. ഇരുട്ടടി പോലെയാണ് പാചകവാതകത്തിന്റെ വില വർധന സർക്കാർ നടപ്പിലാക്കിയത്. ഒറ്റയടിക്കുയർത്തിയത് 993 രൂപ. ഈ 1000 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപ മാത്രമല്ല കൂട്ടിയിരിക്കുന്നത്. ഒരു 4 മാസത്തിനിടയിലായിട്ട് ഏകദേശം 1500 രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഭക്ഷണ സാധനങ്ങളുടെ വില ഉയർത്തിയാലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നു. ഒരു ചായക്ക് 2-3 രൂപ കൂട്ടാം, മറ്റുള്ള ഐറ്റങ്ങൾക്ക് 5-6 രൂപ കൂട്ടാം. എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് ഒരു ഷോപ്പിൽ 2 സിലിണ്ടറെങ്കിലും വേണം. 2000-3000 രൂപ അധിക ചെലവ് വരികയാണ്. എൻ്റെ ഹോട്ടലിൽ പകുതി ഐറ്റങ്ങളില്ല, ചപ്പാത്തി പോലും ഇല്ല. കാര്യം ചപ്പാത്തി വേണമെങ്കിൽ ഡബിൾ ഗ്യാസ് വേണം, അങ്ങനെ മട്ടൺ വേണമെങ്കിൽ അതിന് ഡബിൾ. അതെല്ലാം ഞാൻ നിർത്തൽ ചെയ്തിരിക്കുകയാണ്. കുറച്ച് മെനുവിൽ പകുതിയോളം ഐറ്റങ്ങൾ ഉണ്ട്, വളരെ എളുപ്പമുള്ള ഐറ്റങ്ങൾ മാത്രമേ ഇപ്പം പാചകം ചെയ്ത് കിട്ടുന്നുള്ളൂ. കാര്യം അത്ര ബുദ്ധിമുട്ടാണ്. 2 സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ 6500-7000 രൂപ പോവുകയാണ്. ഞങ്ങളുടെ കച്ചവടത്തിന്റെ പകുതി ഭാഗം പോവുകയാണ്. പശ്ചിമേഷ്യ സംഘർഷം പാചകവാതക ലഭ്യതയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിസന്ധി. ഈ ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നത് പോലെ തന്നെയുള്ള തീരുമാനം ആ നിലയ്ക്ക് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിയതോടെ ജോലിക്കാരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. 6-ാം തീയതി കടയടച്ചു നടത്തുന്ന സൂചനാ സമരത്തിൽ അധികൃതർ അനുകൂല നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതിസന്ധി കാരണം രാജ്യത്ത് ഗ്യാസ് വില വർധന ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. LPG മേഖല 50% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. കമ്പനികളും നഷ്ടം നേരിട്ടു. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലും ഗാർഹിക പാചകവാതകം, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്നും പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. International problem and more than 50% of our LPG dependency is there on import, and because of that only at present we are with all difficulties. Modi government has maintained the price of the petrol, diesel and domestic LPG as it is, and even LNG, that is the natural piped natural gas. But this is a very inevitable thing because companies are bleeding like anything. That's why it has happened. 2-ാം വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആഗോള അസ്ഥിരതയും ഇന്ത്യൻ വിപണിയെ സാരമായി ബാധിച്ചിട്ടില്ല എന്നാണ് പുതിയ കണക്കുകൾ. US ഇറാൻ 2-ാം വെടിനിർത്തൽ ധാരണയുടെ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മേഖലയിൽ സംഘർഷം മൂർച്ഛിക്കുകയാണ്. സമാധാന ചർച്ചകൾക്കായി ഇറാൻ മുന്നോട്ട് വച്ച പുതിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ തള്ളിക്കളഞ്ഞ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഭരണ സംവിധാനം ദുർബലമാണെന്ന് പരിഹസിച്ചു. ഇറാനിൽ തീരുമാനങ്ങളെടുക്കാൻ കെൽപ്പുള്ള ഭരണകൂടമില്ലെന്നും 3-4 ഗ്രൂപ്പുകൾ മാത്രമാണ് അവിടെ അധികാരം കൈയാളുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഇറാന്റെ സൈനിക ശേഷി അമേരിക്ക അപ്പാടെ തകർത്തു കളഞ്ഞു. വെടിനിർത്തൽ ധാരണയിലെത്തുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഇറാന് മുന്നിലില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു.
അതേസമയം അമേരിക്ക നിലപാടിൽ മാറ്റം വരുത്താത്തിടത്തോളം ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി തിരിച്ചടിച്ചു. സമാധാന ശ്രമങ്ങൾക്കായി ആത്മാർത്ഥമായി ഇടപെടുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഫീൽഡ് മാർഷലിനെയും ട്രംപ് പ്രത്യേകമായി പ്രശംസിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും യൂറോപ്പിനെതിരെയും സാമ്പത്തിക വാളോങ്ങുകയാണ് ട്രംപ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകൾക്കും ട്രക്കുകൾക്കും 25% അധിക തീരുവ ചുമത്താനാണ് നീക്കം. യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുകൾ ലംഘിക്കുന്നുവെന്നാരോപിച്ച ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത്. അടുത്ത ആഴ്ച മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിൽ വരുന്നതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗം വലിയൊരു പ്രതിസന്ധിയെയാകും അഭിമുഖീകരിക്കുക. അതേസമയം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആഗോള അസ്ഥിരതയും ഇന്ത്യൻ വിപണിയെ സാരമായി ബാധിച്ചിട്ടില്ല എന്നാണ് പുതിയ കണക്കുകൾ. ഓട്ടോമൊബൈൽ രംഗത്തും ഡിജിറ്റൽ ഇടപാടുകളിലും നികുതി വരുമാനത്തിലും റെക്കോർഡ് വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ചതും വിപണിയിലെ പുതിയ മോഡലുകളുടെ സാന്നിധ്യവുമാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട വേനൽ മഴ പെയ്യും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും താപ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും പിൻവലിച്ചു. UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന PV അൻവർ. 86 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും അൻവർ പറഞ്ഞു. റിയാസിനെതിരെയുള്ള കമ്മൽ പരാമർശത്തെ ന്യായീകരിച്ച അൻവർ മരുമകനു വേണ്ടി പിണറായി വിജയൻ മലബാറിലെ നേതാക്കളെ പിടിച്ചുകെട്ടിയെന്നും ആരോപിച്ചു. CPM വിമതരായ V കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും PV അൻവർ ഇന്ന് നേരിൽ കാണും. ഞങ്ങൾ വ്യക്തിപരമായി നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് 86 സീറ്റിൽ UDF അധികാരത്തിൽ വരുന്നു. അതിൽ കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 86-ന് പുറമെ 23 സീറ്റിന്റെ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. ആ 23-ഉം ജയിച്ചു കഴിഞ്ഞാൽ ഒരു 109-110 സീറ്റിലേക്ക് എത്തും. 86 കഴിഞ്ഞ് ഈ പറയുന്ന ചാൻസ് സീറ്റിന്റെ 50% വന്നാൽ പോലും 100 സീറ്റിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഈ 1.5 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ കുഞ്ഞികൃഷ്ണൻ സഖാവാണെങ്കിലും ഗോവിന്ദൻ സഖാവാണെങ്കിലും എല്ലാം അവർ ഉയർത്തുന്നു. സുധാകരേട്ടൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. പാലക്കാട് ജില്ലയിലെ ശശിയും സുരേഷും മത്സരത്തിന് വരുന്നു. ആയിഷ പോറ്റി ഈ പറയുന്ന പിണറായി സത്തിന്റെ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി പാർട്ടി വിട്ടുപോകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ അല്ലാതെയോ CPM-ന് ഇത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിട്ടുപോരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കണ്ണൂർ ശ്രീകണ്ഠാപുരം കൊട്ടൂർ വയലിൽ VD സതീശന് അനുകൂല ഫ്ലെക്സ് ബോർഡ്. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. കൊട്ടൂർ വയൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന പേരിലാണ് സ്ഥാപിച്ചത്. ഇരിക്കൂർ മണ്ഡലത്തിൽ KC വേണുഗോപാൽ മത്സരരംഗത്തെത്തുമോ എന്ന ചർച്ചയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സജീവമായുണ്ട്. ഇതിനിടെയാണ് VD സതീശന് അനുകൂല ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. UDF സ്ഥാനാർത്ഥി TP ഷാജിക്ക് അഭിവാദ്യം അർപ്പിച്ച് പട്ടാമ്പിയിലും ഫ്ലെക്സ്. വിളയൂരിലാണ് നിയുക്ത MLA TP ഷാജിക്ക് അഭിവാദ്യമർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. പട്ടാമ്പിയിൽ UDF ജയിക്കും, കേരളം UDF ഭരിക്കും. പട്ടാമ്പിയുടെ നിയുക്ത MLA TP ഷാജിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഫ്ലെക്സ് വെച്ചതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഇടുക്കി തൊടുപുഴയിലും VD സതീശന് വേണ്ടി കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നു. തൊടുപുഴ പട്ടയം കവലയ്ക്ക് സമീപമാണ് ഇന്നലെ രാത്രി ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. പട നയിച്ചവൻ നാടു നയിക്കുമെന്നാണ് ബോർഡിലുള്ളത്. VD സതീശന്റെ പൂർണ്ണകായ ചിത്രത്തോടൊപ്പം നിലപാടിന്റെ രാജകുമാരന് അഭിവാദ്യമെന്നും എഴുതിയിട്ടുണ്ട്. ടീം UDF തൊടുപുഴ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി വിദ്യാർത്ഥികൾ. അധ്യാപകന്റെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും കാരണം 18 പേർ കൂടി പഠനം ഉപേക്ഷിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ആദിത്യനെ അവസാനമായി കാണാൻ അനുവദിച്ചില്ല എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. മാനേജ്മെന്റിനും അധ്യാപകർക്കുമെല്ലാം ബിസിനസ് മാത്രമാണെന്നും പരാതി പറഞ്ഞിട്ടും ഉപയോഗമില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ആദിത്യന്റെ കുടുംബത്തിന് അയച്ച സന്ദേശത്തിലാണ് വിദ്യാർത്ഥികളുടെ ഈ പ്രതികരണങ്ങൾ. ഡൽഹിയിലെ മാതാ അമൃതാനന്ദമയി മഠത്തിൽ 31ാമത് ബ്രഹ്മസ്ഥാന വാർഷികം ആഘോഷിച്ചു. വിശേഷാൽ പൂജകളിലും ഭജനയിലും ഡൽഹി NCRലെ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഡൽഹി ആശ്രമ മഠാധിപതി ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യയും സ്വാമി വിജയാമൃതാനന്ദപുരിയും ചേർന്ന് ദീപം തെളിയിച്ചുകൊണ്ടാണ് പൊതുപരിപാടി തുടങ്ങിയത്.
1995 സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഡൽഹിയിൽ ബ്രഹ്മസ്ഥാനം പ്രതിഷ്ഠിച്ചത്. തുടർന്ന് എല്ലാ വർഷവും ഭക്തിയുടെയും കാരുണ്യത്തിന്റെയും പ്രതീകമായി ബ്രഹ്മസ്ഥാന വാർഷികം ആഘോഷിച്ചു വരുന്നുണ്ട്. ഇത്തവണ 31ാമത് ബ്രഹ്മസ്ഥാന വാർഷികാഘോഷത്തിൽ വിശേഷാൽ പൂജയും ഭജനയും സാംസ്കാരിക പരിപാടികളും പ്രസാദ വിതരണവും നടന്നു. ഡൽഹി NCRലെ നൂറുകണക്കിന് ഭക്തരുടെ മനസ്സിൽ സമാധാനവും ഭക്തിയും നിറയ്ക്കുന്നതായിരുന്നു ചടങ്ങുകളെന്ന് സ്വാമി മോക്ഷാമൃത ചൈതന്യ പറഞ്ഞു. ആശ്രമം മുഴുവൻ മന്ത്രമുഖരിതമാക്കി ബ്രഹ്മചാരി ദേവാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിപൂജ നടന്നു. ഫരീദാബാദ് അമൃത ഹോസ്പിറ്റൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരിയുടെ സത്സംഗം ചടങ്ങിന്റെ ആത്മീയ ആഴം കൂടുതൽ സമ്പന്നമാക്കി. അമൃത ഫരീദാബാദ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തം ആഘോഷ പരിപാടികൾ കൂടുതൽ മനോഹരമാക്കി. ചടങ്ങുകളിൽ പങ്കെടുത്തവർക്കെല്ലാം തുളസിത്തൈകളും പ്രസാദവും വിതരണം ചെയ്തു. ഭജന പരമ്പരയോടെയാണ് 31ാമത് ബ്രഹ്മസ്ഥാന വാർഷികാഘോഷം സമാപിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കുട്ടികളുടെ സർഗവാസനകളും ആത്മീയ അറിവുകളും വളർത്തിയെടുക്കുന്നതിനായി വിസ്മയ 2026 സമ്മർ ക്യാമ്പിന് കൊല്ലം അമൃതപുരിയിൽ തുടക്കമായി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃത സർവകലാശാലയാണ് കുട്ടികൾക്കായി ഈ സൗജന്യ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയത്തിലൂടെ വിജ്ഞാനവും വിനോദവും കോർത്തിണക്കിയാണ് കുട്ടികൾക്കായി ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. 9 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് അമൃത സർവകലാശാല വിസ്മയ 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കുട്ടികൾ തന്നെ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ഡീൻ പ്രൊഫസർ യു കൃഷ്ണകുമാർ, പ്രിൻസിപ്പാൾ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ബ്രഹ്മചാരി DS ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു. അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ഈ സഹവാസ ക്യാമ്പ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പിന്റെ 5ാം പതിപ്പാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള 500-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികളിലെ സർഗവാസനയും വ്യക്തിത്വ വികസനവും ലക്ഷ്യമിട്ട് വിവിധ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 500-ലധികം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ 5 ദിവസത്തെ ഈ ക്യാമ്പിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം, അതായത് മെയ് 1 മുതൽ തുടങ്ങി മെയ് 5-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത്. ഇത് അമ്മയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേനൽക്കാല ഉല്ലാസ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വിവിധ തരത്തിലുള്ള കളികൾ, കുട്ടികൾക്ക് വേണ്ട വ്യക്തിത്വ വികാസന ക്ലാസുകൾ, അതേപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, ഉദാഹരണമായിട്ട് ക്ലേ മോഡലിംഗ്, അതുപോലെ അവർക്ക് മൈം പഠിപ്പിക്കുക, അങ്ങനെ വിവിധ തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശാസ്ത്രപരിചയം, സാംസ്കാരിക മൂല്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ എല്ലാം ഒരുമിക്കുന്ന വേദി. അർത്ഥവത്തായ രീതിയിൽ വേനലവധിയെ പഠനവും വിനോദവും ചേർത്ത് ആഘോഷമാക്കുകയാണ് അമൃതപുരി ക്യാമ്പസ്. മെയ് 5-ന് വിസ്മയ 2026 സമ്മർ ക്യാമ്പ് സമാപിക്കുമ്പോൾ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളും അറിവുകളും നിറഞ്ഞ ഒരു മറക്കാനാവാത്ത അവധിക്കാലമായിരിക്കും ക്യാമ്പ് സമ്മാനിക്കുക. അമൃത ന്യൂസ്, കൊല്ലം. തൃശൂരിലെ വെടിക്കെട്ട് ദുരന്തത്തിൽ കുടുംബങ്ങൾക്ക് സഹായവുമായി ബോച്ചി ഗ്രൂപ്പ്. ബോച്ചി ദ റിയൽ സൂപ്പർ ഹീറോ എന്ന വെബ് സീരീസിന്റെ ട്രെയിലർ റിലീസിനായി നീക്കിവെച്ച 10 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് താൽക്കാലിക ധനസഹായമായി നൽകുമെന്ന് ബോച്ചി അറിയിച്ചു. റിലീസിങ്ങിനൊപ്പം നിശ്ചയിച്ച ആഘോഷങ്ങൾ ദുരന്തത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. തൃശൂരിൽ തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി P. ശശിധരൻ പങ്കെടുത്ത ചടങ്ങിലാണ് ബോച്ചി ധനസഹായം പ്രഖ്യാപിച്ചത്. ദുരന്തബാധിതരുടെ വീടുകളിൽ ബോച്ചി നേരിട്ടെത്തി തുക കൈമാറും. ബോച്ചി ദ റിയൽ സൂപ്പർ ഹീറോ വെബ് സീരീസിൻ്റെ ട്രെയിലർ ബോച്ചിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായ ബോച്ചി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ബോബി ചെമ്മണൂർ എന്ന ഫേസ്ബുക്ക് പേജിലും ബോച്ചി എന്ന യൂട്യൂബ് ചാനലിലും റിലീസ് ചെയ്തു. വെബ് സീരീസിലൂടെ ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ബോച്ചി അറിയിച്ചു. സമകാലിക സംഭവങ്ങളുടെ പതിപ്പായിരിക്കും ബോച്ചെ എന്ന യഥാർത്ഥ സൂപ്പർ ഹീറോയുടെ കഥകളടങ്ങിയ വെബ് സീരീസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ബോച്ചെ ദ റിയൽ സൂപ്പർ ഹീറോ കാണുക. ഈ ബോച്ചെ ദ റിയൽ സൂപ്പർ ഹീറോ വെറും കഥയല്ല, അതിലൊരു കാര്യമുണ്ട്. ഞാൻ സാധാരണയായിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചാരിറ്റി സഹായങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ബോച്ചെ ദ റിയൽ സൂപ്പർ ഹീറോയിലൂടെ കൂടുതൽ പാവങ്ങളെ സഹായിക്കാനും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും റിയലായിട്ട് നടത്താനും കൂടിയിട്ടുള്ള സൂപ്പർ ഹീറോ വെബ് സീരീസ് സ്റ്റോറിയാണ്.
IPL നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 6 പോയിന്റുമായി പട്ടികയിൽ 6ാമതാണ് ചെന്നൈ. 2 കളികളിൽ മാത്രം വിജയിച്ച മുംബൈ 9ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം മുംബൈക്ക് വിജയിക്കേണ്ടത് അനിവാര്യമാണ്. രാത്രി 7 മുതൽ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.